ഗായ്സ്, വൈറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് 2-3 ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, പുതിയ എന്തൊക്കെയോ ഫുട്ബോളിൻ്റെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ലോബി മാറിയല്ലേ, ലോബി ഇത് മാറിയല്ലേ. നമുക്ക് ആരെങ്കിലും സ്കോഡ് ഉണ്ടോ നോക്കട്ടെ. സ്കോഡുണ്ടോ? ആരെങ്കിലും സ്കോഡ് ഉണ്ടെങ്കിൽ അവന്മാരപ്പം കളിക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം കളിക്കാം. ആരും ഉണ്ടോ എടാ? പക്ഷേ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നല്ല സപ്പോർട്ട് തന്നായിരുന്നു, പക്ഷെ പിന്നെ അങ്ങോട്ട് സപ്പോർട്ട് തരുന്നില്ല. അത് എന്താണെന്നുള്ള എനിക്കൊന്ന് അറിയണം. കാരണം എനിക്ക് ഇപ്പോൾ സപ്പോർട്ട് കിട്ടുന്നില്ല. അതിൻ്റെ മുമ്പത്തെ വീഡിയോ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ സപ്പോർട്ട് നിങ്ങൾ തരുന്നില്ല. അതെന്താണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എനിക്ക് ക്വാളിറ്റി കുറഞ്ഞതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരേ കണ്ടൻറ്റ് കണ്ടിട്ട് മടുത്തതാണോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കണ്ടൻറ്റ് മാറ്റി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിംസിൻ്റെയൊക്കെ കണ്ടൻറ്റ് ഇടാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടെ CS ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും പിന്നെ AJ ഹെൻറിയും ഷിക്കാമൻ എന്ന് പറഞ്ഞിട്ടും ഉള്ളൊരു പ്ലേയേഴ്സാണ് ഇതിലുള്ളത്. സോ ഇവരൊക്കെ നല്ലോണം കളിക്കുന്ന പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഫ്ലാങ്ക് എടുത്ത് നല്ല നോക്കി കളിക്കണം. അതാണ് മെയിൻ പ്രശ്നം. ഇവരൊപ്പരൊക്കെ കളിക്കുന്ന നല്ല ടീംസിൻ്റെ ഒപ്പം കളിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി കളിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ നോക്ക് വീണപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാ സൈഡും കയറാൻ തുടങ്ങി. ഞാൻ നോക്കായി. അതാ AJ ഹെൻറി എനിക്കിത് സപ്പോർട്ട് തന്നിട്ടാണ്. ഞാനിതാ മോറിയോ ഇട്ട് നൈസായിട്ടൊന്ന് സപ്പോർട്ട് കൊടുക്കാൻ കയറി നോക്കി. ഇത് അവിടെ നോക്ക് ഇട്ടിട്ടുണ്ട്. അത് ഫിനിഷാക്കാം. AJ ഹെൻറീൻ്റെ അടുത്ത് ഫൂട്ടുണ്ട്. എൻ്റെ മുമ്പിൽ കൂടെ പോയല്ല അവൻ്റെ മുമ്പിൽ കൂടെ ഓടി. ഞാൻ കണ്ടില്ല അവൻ്റെ മുമ്പിൽ കൂടെ മറ്റേ പോക്കം പോയി. നമ്മളൊരു കളി എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് നല്ല കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ്, നല്ല കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഓപ്പോസിറ്റ് വന്നേക്കുന്നത്. സോ നമുക്കറിയില്ല, കളി ജയിക്കുമെന്നറിയില്ല. നമ്മളതിൽ അത്യാവശ്യം കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും പറയുക കേട്ടോ. ഈ വീഡിയോക്ക് എന്തായാലും നൈസ് ഒരു വ്യൂസ് കിട്ടണം. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുതൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ലൈവ് ഇടാനായിട്ട് തുടങ്ങും. അത് ഇതെൻ്റെ ഈ ആപ്പിൽ തന്നെ ഈ ടെർണിപ്പ് എന്ന് പറഞ്ഞ ആപ്പിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ലൈവ് ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിരിക്കും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ പോക്കുന്നുണ്ടല്ലേ. ഇവിടെ 2 ആൾ നോക്കാണ്, ഫ്രണ്ടിന് 3 ആൾ നോക്ക്. അതാ സൈഡിലാളെ കണ്ടിട്ടുണ്ട് ഞാൻ. അടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇവിടെ കഴിഞ്ഞ കഴിച്ച അമ്മമാരെന്തായാലും നോക്കിയിട്ടുണ്ട്. നമ്മളെ ടീംസ് എയ്സ് എടുത്തിട്ടുണ്ട്. നമ്മളെ ഷിക്കാമൻ KRZ Esports എന്ന് പറഞ്ഞ ഗിൽഡിലെ ഷിക്കാമൻ എയ്സ് എടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ് നമ്മളെ ടീമിലുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പുള്ളി എടുത്ത ഗണ്ണ് നോക്കിയിട്ട് ഈ ഗണ്ണിനൊന്ന് മറ്റേ ഇതടുപ്പിച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ അത് അടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നൈസായിട്ട് വേറെ ഏതെങ്കിലും ഗണ്ണുണ്ടോ? വേറെ ഏതാ? മാക്ടൺ ആണ് എല്ലാവരും എടുത്തേക്കുന്നത്. മാക്ടൺ നൈസായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ EP-ൻ്റെ സംഭവമുള്ളതുകൊണ്ട് അങ്ങെത്തുമ്പോഴത്തേക്കും ഓറിയോണ്ട് ഇതാവും. അപ്പോൾ നമുക്ക് എന്തായാലും കളിക്കാം. സോ ഇവിടെയാണോ ഒരുത്തൻ വരാനുള്ള ചാൻസ്? ഇവിടെ വെള്ള ഷർട്ട് ഇട്ടിട്ടാട്ടോ ഒരുത്തനുണ്ട്. ഒരുത്തനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ആ മരത്തിൻ്റെ ബാക്കിലുണ്ട് മരത്തിൻ്റെ ബാക്കിലാണ്. അയ്യോ, അവൻ എന്തോ മറ്റേ ചുണാപ്പിളി ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തോ സാധനം ഇട്ടിട്ടുണ്ട്, ചുവപ്പ് കളർ കത്തുന്നത് എന്തോ നൂബിടെ സാധനമാണ്. അറിയത്തില്ല ഇതിൻ്റെ പേരൊന്നും.
2 പീസ് സാധനം ഇട്ടിട്ട് നമ്മളത് ഉണ്ടാക്കാൻ അവിടെ കെടറാ രൂപമൊന്നല്ല, അത്യാവശ്യം കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സ് തന്നെയാണ്. അവിടെ നോക്കുണ്ട്, പക്ഷേ അനോക്ക് പൊങ്ങി. ഞാൻ സോൺ ഔട്ടിൽ കിടന്ന് കളിച്ചുകൊണ്ട് അനോക്കും പൊങ്ങി, ഒന്നും കിട്ടിയോയില്ല. ഭയങ്കര പ്ലക്കലായിപ്പോയി. ബാഡ് വേർഡ്സ് ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് അടിക്കണം ഗൈസ്. ബാഡ് വേർഡ്സ് കോപ്പിറൈറ്റ് അടിക്കല്ലേ ഞാൻ മാത്രം പറയുന്നു. ഞാൻ അവിടെ സോൺ ഔട്ടിൽ ടീം അയോധ്യ ജിനിക്സ് എന്തൊക്കെയോ പേരുള്ള ഫ്രോസ്റ്റ് ZX സക്കുറ ഫോക്സ് ഈ സാധനം നമ്മളെ പിള്ളേരെടുക്കുന്നൊരു വിശ്വാസമുണ്ട്. നോക്കായി അപ്പം തീർന്നെന്ന് ഞാൻ അറിയിക്കുന്നു. തീരാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു കണ്ടിട്ട്. തീർന്നാ അങ്ങാണോ മൊത്തം ഇതെന്തെന്നാ ഇത്? എല്ലാവരും വന്നല്ലോ. ഇവിടെ നോക്കുക, അടുത്ത നോക്കുക, എല്ലാവരെയും ഫുളാന്ന് മറ്റേ അടിച്ചിട്ട് വന്നട ഇവിടെ നടന്ന ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഇവിടെ ഫുള്ള് കയറി വന്ന് സ്റ്റോറിയോടും വീഡിയോടും എല്ലാം ഇട്ട് കളിച്ച്. അങ്ങനെ ഒരു റൗണ്ട് അവന്മാരെടുത്ത്, 2 റൗണ്ട് നമ്മളെടുത്തു ഗൈസ്. അത് തന്നെ വലിയ കാര്യം തന്നെയാണ്, 2 റൗണ്ട് നമ്മളെടുത്തെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇതുണ്ട്, ഈ ഫുട്ബോൾ ട്രാൻസ്ഫോമർ വന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ നെക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോൾ പോലെയാവും. അപ്പോൾ നമ്മളെ ടീമേഴ്സിന് അവിടെ ഒരു കാലിൻ്റെ ചവിട്ടുന്ന പോലത്തെ ഒരു സിമ്പൽ ഉണ്ടാവും. അത് നെക്കി കഴിഞ്ഞാൽ അവന്മാർ അടിക്കും. അന്നേരം നമ്മൾ തെറിച്ചങ്ങ് പോകും. അത് ഉപകാരമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരം അതൊന്നും എനിക്കറിയത്തില്ല. ഇതിനെക്കൊണ്ടുള്ള ഞാൻ യൂസ് നോക്കിയിട്ടില്ല, ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കിയിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല ഇതിൻ്റെ ഉപകാരം എന്തുവാണ്. ആൻഡ് മെയിൻ ഇഷ്യൂ അപ്പോൾ സൈഡിൽ ഗ്ലൂ ഇടാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് ലാഗ് അടിക്കും. ഗ്ലൂ ഇടാൻ വേണ്ടിയാണ് ഇരുന്നത് പക്ഷെ ഗ്ലൂ ഇടാൻ പറ്റിയില്ല. ആണ് വലിയ മൂഞ്ചലായിപ്പോൾ ഇത്. അടിയടാ അവനടി പറ്റും മുക്ക് വയ്ക്കുന്നടി. അത്രയേ ഉള്ളൂ. സൈഡിൽ നിന്ന് സപ്പോർട്ട് എടുത്താൽ അമ്മ തീർന്നു. നൈസ് ഏതാ കളി? നൈസ് കളി. 2 നോക്കുക. ഒരുത്തനേ ഉള്ളൂ. നമ്മൾ 2 പേരുണ്ട്. G7 സെറോക്സിൻ്റെ അടുത്ത്, ഹെൻറിൻ്റെ അടുത്ത് ചെല്ലേ. മൈക്ക് ഓഫാക്കിയിട്ടാണ് ഉള്ളത്. അത് ഞാൻ കാണാണ്ട് പറഞ്ഞതല്ല, മൈക്ക് ഓഫാക്കിയിട്ടാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഓണായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തുമില്ല, ടീംമേറ്റ്സ് പറയുന്നതൊന്നും കേൾക്കത്തുമില്ല. അതാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, മൈക്ക് ഓഫാക്കി വെച്ചേക്കുന്നത്. മൈക്ക് ഓണായി കഴിഞ്ഞാൽ എന്താവും, ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതും കേൾക്കത്തില്ല, ഈ ടീംമേറ്റ്സ് പറയുന്നതും കേൾക്കത്തില്ല. സോ അതുകൊണ്ടാണ് ഓഫാക്കി വെച്ചേക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഞാനിപ്പോൾ മൈക്ക് ഓഫാക്കിയിട്ടുണ്ട്. ഇവന്മാരിപ്പോൾ മൈക്ക് ഓണൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേൾക്കാനാണ് ചാൻസ്. കേൾക്കാതിരിക്കത്തില്ല, കേൾക്കും താഴോട്ട് ചാടിയാൻ. എന്നിൻ്റെ കാപ്പിനാണല്ലായിട്ട് ചാടി. ചുമ്മാ താഴോട്ട് ചാടേണ്ട വലിയ ആവശ്യം ഇവിടെ ആള് വന്നടേ. ഇതാണ് പുതിയ അപ്ഡേറ്റിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മൾ. എന്തോന്നടാ ഇത്, മര്യാദക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഫുള്ളാള്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രണ്ട് നോക്കാം. ഈസി രണ്ടാളേ ഉള്ളൂ. ഈസി ബ്രോ. ഹെൻറി വിചാരിച്ച് കഴിഞ്ഞാൽ എടുക്കാം. മൂന്നാളുണ്ട് നമ്മൾ ഒരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കളി എടുക്കാൻ പറ്റും. ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് കുത്ത്. ആ ഗ്രൈനേഡ് മാറി അത്രയേ ഉള്ളൂ. അവിടെ പൊങ്ങി 3v3 ആണ്. അതാണ് ഇഷ്യൂ. ഈ പൊട്ടാസ് പോലത്തെ സാധനം ഇട്ടിട്ട് ഇവന്മാർക്ക് ഇതൊക്കെ കഴിവുള്ളൂടെ. ഇതൊക്കെ ഇട്ട് വാരി എറിഞ്ഞ് പൊട്ടിക്കാനേ കഴിവുള്ളൂ ഇവന്മാർക്ക്. ഒരു നോക്ക് ബാക്കിൽ 1 നോക്ക് പ്ലസ് ബാക്കിൽ ഫ്രണ്ടിൽ നോക്ക് ഒരുത്തനേ ഉള്ളൂ. ഈസി ഒരുമിച്ച് നിന്ന് കളിച്ചാൽ കളി ഈസി. അയ്യടാ അത് വേണ്ടായിരുന്നു, അങ്ങനെ കയറി ചത്തൊടുക്കണ്ടായിരുന്നു. അതായിരുന്നു ഇപ്പോൾ പ്ലക്കി നമ്മളെ. എന്തായാലും പ്ലക്കെന്ന് അറിഞ്ഞൂടാ. നൈസ് കളി, ഒന്നും പറയില്ല. കിടലം കളി. നമ്മളിതാ 3 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് 2 റൗണ്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ബോളിൻ്റെ സാധനം എടുക്കുന്നില്ല. അതെന്തായാലും യൂസ് ഇല്ലയെന്ന് എനിക്ക് അതിനെ യൂസ് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ എടുക്കുന്നില്ല.
ഇപ്പോൾ ഈ ഗെയിമിൽ കയറിയിട്ടേ ഉള്ളൂ. ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കയറിയത്. ഇതാ ഈ ബോൾ ഞാൻ കാണിച്ചില്ല. കണ്ട ചവിട്ടുമ്പോൾ ഇങ്ങനെ തെറിച്ച് പോകും. ഇതാണ് ഈ ബോളിൻ്റെ പ്രത്യേകത. ഗണ്ണ് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോൾ പോവും. പിന്നെ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, ഒറ്റ പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ ഗണ്ണെടുത്ത് ഫയർ ചെയ്യുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാം. ഗണ്ണെടുത്ത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് യൂസ് ഇല്ല എന്നതാണ് ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അത് നല്ല സാധനമാണോ എന്ന് ചോദിച്ചാൽ, നല്ല സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാൻ പറയാം. നല്ലതാണെന്നൊക്കെ പറയാം വേണമെങ്കിൽ. അവിടെ മറ്റെന്തെല്ലാം കുറുപ്പ് പോലത്തെ സാധനം ഉണ്ട പോലത്തെ സാധനം. പിന്നെ ബാക്കിൽ ആരോ വന്ന പോലെ എനിക്കൊരു ബാക്കിൽ വന്നിട്ടുണ്ട്. നമ്മളെ പിള്ളേർ നോക്കിക്കോളും. മറ്റേ ആരൊക്കെയൊക്കെ ഉണ്ട് അവിടെ. ഹെൻറി വേറെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് വരും. രണ്ട് സൈഡായിട്ട് നോക്കേണ്ടി വരും. മറ്റേ പ്രശ്നമാണ്. നമ്മളെന്താ പുഷ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ സൈഡിൽ വാ ഒരു നോക്ക് ഇവിടെ. രണ്ട് നോക്ക്. നൈസ്. രണ്ട് നോക്ക്. നൈസ്. മൂന്ന് നോക്ക്. ഈസി. ഡബിൾ കളി. ഈസി. 3 നോക്ക്. അവിടെ ഒരു നോക്ക് പൊക്കുന്നു. അവിടെ അത്രേ ഉള്ളൂ. എൻട്രി ഈസി. എന്താ മോനെ ഹെൻറി ഞാൻ ഏസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ബൈ ദ വൈ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെന്തായാലും ഞാൻ പുഷ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഈ പുഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ലൈവ് ഇടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 0YT സൈനിങ് ഓഫ്.